ഞാൻ കുറെ കാലമായിട്ട് കുറെ ഒരു 2-3 വർഷമായിട്ട് ഈ ധനുഷ്കോടി പോണം എന്ന് ഞാൻ അജിത്തിനോടും മാട്ടനോടൊക്കെ പറയുകയും ചെയ്തു. ധനുഷ്കോടി പോവാം, നമുക്ക് മധുരയിൽ പോയി ഒരു ദിവസം തങ്ങിയിട്ട് അവിടെ മധുരമീനാക്ഷി ക്ഷേത്രം കണ്ട് ധനുഷ്കോടി പോകണമെന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഐഡിയ. അങ്ങനെ ഇപ്പോഴാണ് ഈ പരിപാടി വന്നത്. എന്നാൽ പിന്നെ നമുക്ക് അങ്ങ് പോയേക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയത്. ഏതായാലും ധനുഷ്കോടി പോകാൻ പറ്റി. കുറെ കാലത്ത് ആഗ്രഹമായിരുന്നു. രാവിലെ വെളുപ്പിനെ അവിടെ പോകാനും പറ്റിയതിലൊക്കെ അടിപൊളിയായിരുന്നു. എല്ലാം കണ്ട് തിരിച്ചു വന്നു. പിന്നെ നമുക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഈ ആനണി പറഞ്ഞ പോലെ നമ്മുടെ ഇടയ്ക്കൊന്ന് കുറച്ചൊന്ന് വട്ടം ചുറ്റി. പക്ഷെ എന്നാലും യാത്രയൊക്കെ അടിപൊളിയായിരുന്നു. സൂപ്പർ. എന്റെ മോനെ എങ്ങനെയായിരുന്നു നിങ്ങളുടെ പരിപാടിയൊക്കെ? യാത്ര സുഖമായിരുന്നു. പിന്നെ അങ്ങോട്ട് പോയപ്പോ നമുക്കൊന്ന് തെറ്റി ഭൂവിളമായി നമ്മൾ ചതിച്ചു. പിന്നെ ഒന്നിനൊരു എല്ലാ കാര്യം ഭംഗിയായി, യാത്രയൊക്കെ സുഖമായിരുന്നു. ഒന്നിനും ഒരു അങ്ങനെ പറഞ്ഞു വന്നല്ല, എന്തോ പറഞ്ഞു വന്നില്ല, ഒന്നിനും ഒരു കുറവുണ്ടായില്ല. എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴും അതുപോലെ തന്നെ മുന്നോട്ട് അങ്ങനെ വെച്ചിട്ട് കയറ്റം വെച്ചിട്ടിരിക്കുകയാണ്. 3 കയറ്റം കഴിഞ്ഞു. ഇനി ഒരു 14 ലോഡ് ഉണ്ട്. ഇപ്പൊ നമ്മള് പൂപ്പാറയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ എന്തിനാ പോകുന്നത്? പൂപ്പാറയ്ക്കാ. ശ്രീകൃഷ്ണ ഹോട്ടൽ. അവിടെ പോത്തും പൊറോട്ടയും നമ്മൾ ബുക്ക് ചെയ്ത് വെച്ചാൽ ഒരു പോത്തിന് ഫുള്ളായിട്ട് ബുക്ക് ചെയ്ത് വെച്ചേക്കാണ്. ഏത് പീസ് അവിടെ വെച്ചിട്ട് അവിടെ വെച്ചത് അപ്പൊ തന്നെ പറയും എടുത്തോളാം. ഞാനിപ്പോൾ മധുരക്ക് വരുന്നത് 3ാമത്തെ ട്രിപ്പാണ്. 2 പ്രാവശ്യത്തെയാണ് എന്താ ബൈ റോഡ് വന്നത് മധുര വരെ. ഇതിപ്പോൾ എനിക്ക് ഫസ്റ്റ് ടൈമാണ് എന്താ രാമനാഥപുരം എന്നുള്ള സ്ഥലത്തേക്ക് പോകുന്നത്. മധുര തമിഴ്നാട് എക്സ്പീരിയൻസ് അടിപൊളിയാണ്. ഫുഡ് എല്ലാം അടിപൊളിയാണ്. പിന്നെ എന്താ ട്രാവൽ എനിക്ക് പിന്നീട് ഇപ്പം ഇപ്പോൾ ഈ കാസർഗോഡ് ആ ലോങ് ട്രിപ്പിന് ശേഷമുള്ളൊരു അടുത്തൊരു ലോങ് ട്രിപ്പ് എന്ന് പറയുന്നതാണ് ഇന്ന് പോകുന്ന ഈ രാമനാഥപുരം പോയി വരുന്ന ട്രിപ്പ്. അടിപൊളിയായിരുന്നു. സെറ്റ്. ലോങ് ട്രിപ്പ് അടിക്കുന്ന ആദ്യമായിട്ടല്ലേ ഇത്ര വലിയ ലോങ് ട്രിപ്പ്? അതെ, കാറിന് ആദ്യമായിട്ടാണ് ഇത്ര ലോങ് വർക്കിന് വേണ്ടിയിട്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ട്രിപ്പ്, യാത്ര, ബി വേൾഡിന്റെ ഇപ്പോൾ അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു? വേൾഡിൽ വന്നിട്ട് ആദ്യത്തെ സ്റ്റേഷൻ അസൈൻമെന്റ് ആയിരുന്നു. അതിന്റെ കുറച്ച് ഇതുണ്ടായിരുന്നു. പിന്നെ തമിഴ്നാട്ടിലാണല്ലോ, അതിന്റെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ ട്രാവലിംഗ് ഒക്കെ നല്ല ടൂർ പോകുന്ന പോലെ നല്ല ജോലിയായിട്ടാണ് ട്രാവലൊക്കെ പോയത്. അടുത്ത തമിഴ്നാട്ടിലെ ആൾക്കാരും കൊള്ളും, നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ അവിടുത്തെ ഫുഡ്, അവിടുത്തെ റിവ്യൂ അടിക്കല് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? റിവ്യൂ അടിക്കല് ഞാൻ ഇവിടുന്ന് പുറപ്പെടുമ്പോ ഞാൻ ഗൂഗിളിൽ ലെവൽ 3 ആയിരുന്നു. ഇപ്പൊ ലെവൽ 6 ആയിട്ടുണ്ട്. ലെവൽ 6 റിവ്യൂ. ശരി. അവിടുത്തെ സകല ഹോട്ടലും കടകളും എല്ലാം ഫോട്ടോ എടുത്ത് കയറി ഇറങ്ങി റിവ്യൂ ഇട്ടോണ്ടിരിക്കുന്നു.